അതായത് മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരാണ്. മനസ്സിന് നമ്മളുടെ ചിന്തകളുടെ ഊർജം, ഒരു ദിവസം നമ്മളിൽ ഉണ്ടാകുന്ന 60,000 to 85,000 തോട്ട്സ് ഉണ്ടാകും. ഈ ഇത്രയും തോട്ട്സ് ഉണ്ടാകും. അതിനകത്ത് സാധാരണ പലരിലും നെഗറ്റീവായ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആവും. നമ്മൾ എന്ത് ചിന്തകളെ കുറിച്ചാണ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഊർജം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതേ കാര്യങ്ങളായിരിക്കും. കോൺഷ്യസ് ആയിട്ടൊന്ന് ജീവിച്ചേ, മൈൻഡ്ഫുൾ ആയിട്ട് എൻ്റെ ലൈഫിന്റെ ഈ ഒരു നിമിഷം എൻ്റെ പവർ എൻ്റെ കയ്യിലാണ്, അതെന്ത് വേണം. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ബ്രെയിനിന്റെ റീവയറിങ് സാധ്യമാണ്. അതായത് അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിങ് സാധ്യമാണ്. പലരും പറയും ഞാനിതാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇങ്ങോട്ട് പറഞ്ഞാൽ നാളെ അങ്ങോട്ട് കൊടുക്കും, അതുകൊണ്ട് അവന്റെ ജീവിതത്തിലാണ് പ്രശ്നം അല്ലേ. എന്താ ചിലർ പറഞ്ഞേക്കാം, ഞാൻ വെട്ടി തുറന്നു പറയും, ഞാൻ ആരുടെയും മുഖത്തടിച്ച് പറയും. ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം കൊണ്ട് എന്ത് ഗുണമുള്ളത്? നമ്മുടെ ജീവിതത്തിന് സമാധാനം വേണോ? ടേക്ക് കോൺഷ്യസ് ചോയ്സസ്, അല്ലെ? ബോധപൂർവമായ തിരഞ്ഞെടുപ്പ്. നമ്മുടെ ജീവിതം പോലും അങ്ങനെയാണ്. ഓരോ കാര്യങ്ങളിലും ബോധമുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതം. എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവൾക്ക് കഴിയുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും മുൻപോട്ട് പോകുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാല് പാരന്റ്സിന്റെ ബോധത്തിന്റെ തലം ഒന്ന്, കുട്ടികളുടെ ബോധത്തിന്റെ തലം വേറെ ഒന്ന്. അപ്പൊ ഇത് വരുമ്പം എങ്ങനെ മാച്ചാവും? അത് തമ്മിൽ ഒന്നിച്ചു പോവില്ല. അപ്പൊ നമ്മുടെ കുട്ടികളല്ലേ, നമുക്ക് എന്തും ചെയ്യാം, അങ്ങനെയല്ലാതെ നമ്മളും കൂടി കുറച്ചും കൂടി ഉയർന്ന തലത്തില് ഇന്നത്തെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ എപ്പോഴും അവിടെ പ്രശ്നമായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ വാക്കുകളുടെയും ചിന്തകളുടെയും ശക്തി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ തന്നെ നമ്മുടെ ജീവിതമാണ്. ഇപ്പം പണ്ട് ഇരുന്ന് വേണ്ടാതിരുന്ന് എനിക്ക് അങ്ങ് അസുഖമാണ്, എനിക്ക് കടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കടങ്ങൾ മാറില്ല, രോഗങ്ങൾ മാറില്ല, അവരുടെ ജീവിതത്തിന്റെ നിലവാരം ഒരിക്കലും ഉയരില്ല. പക്ഷെ അതേസമയം പോസിറ്റീവായ വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, അതിൽ നിന്നുണ്ടാക്കുന്ന ഇമോഷൻസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ഊർജമാണ്. നമ്മൾ പറയുന്ന എനർജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എനർജി എന്ന് പറഞ്ഞാൽ ഫിസിക്സിലുള്ള ഒരു എനർജി അല്ല, ഒരു മനുഷ്യന്റെ ഊർജം. ആ ഊർജം എന്ന് പറഞ്ഞൊരു വൈബ്രേഷൻ ആണ്. അത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ഓരോ വാക്കിനും ഒരു ഊർജ്ജമുണ്ട്. ഇപ്പൊ ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വാക്കുകളാണ്, ഒരു പോസിറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരു നല്ലൊരു സുഖകരമായ അവസ്ഥയിൽ കൂടെ ആയിരിക്കും. മുമ്പിലിരിക്കുന്ന ആള് നമ്മളെ ചുമ്മാ ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഊർജ്ജ വ്യതിയാനം ഉണ്ടാകും, അല്ലെ? ഇമോഷൻ മാറും. ഇമോഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ ആണ്, ആ ഊർജത്തിന്റെ വ്യതിയാനമാണ്. അതായത് നമ്മളുടെ വാക്കുകൾക്ക് ഊർജമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ ഒരു സാധാരണ എല്ലാവരും ഇപ്പൊ കാണുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഒരു വീഡിയോ കണ്ടെന്ന് വെച്ചോ, താഴെ പോയിട്ടുള്ള കമന്റുകൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ താഴെയുള്ള കമന്റുകൾ വായിക്കാൻ. ഇപ്പം നമ്മൾ ആ വീഡിയോയിലുള്ള വ്യക്തി അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ അത് യോജിക്കാം, യോജിക്കാതിരിക്കാം. പക്ഷെ ആ കമന്റുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല, ചിലർ വളരെ മോശമായിട്ടെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ അറിയുക പോലും ചെയ്യില്ല, അവരെ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നവരുണ്ട്. അത് കേൾക്കുമ്പോൾ, ആ വാക്കുകൾ കേൾക്കുമ്പോൾ, നമുക്കത് വായിക്കുമ്പം തന്നെ ആ പറയുന്ന വ്യക്തി അത് വായിക്കാന്ന് വെച്ചോ, പെട്ടെന്ന് ഈ ചീത്ത പറയുന്ന വ്യക്തിയെ കാണുന്നില്ല, പക്ഷെ ആ വാക്കൊന്ന് വായിക്കുമ്പോൾ തന്നെ ഇവരില് വ്യത്യാസം വരുന്നില്ല, ഇവരുടെ ഇമോഷൻ വ്യത്യാസം വരുന്നില്ലേ? നേരിട്ട് കേൾക്കുന്നില്ല, ആ വ്യക്തിയെ കാണുന്നില്ല, ജസ്റ്റ് ആ വാക്കൊന്ന് വായിക്കുമ്പോൾ ഈ വ്യക്തിയിൽ മാറ്റം വരും. അതെന്തുകൊണ്ട്? പിന്നെ അവിടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന് വേറൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ആ തലത്തില് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മളുടെ വ്യൂ പോയിന്റുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണെന്ന് വെച്ചോ, എന്നാൽ പോലും അത് വേറൊരു വ്യക്തിയുടെ അവരുടെ ആശയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ആരോഗ്യപരമായിട്ട് അവിടെ ചോയ്സ് ഉണ്ട്. നമ്മളുടെ മുൻപിൽ ഈ ചീത്ത പറയണോ അതോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. അതിന് നമ്മൾ പറയും കോൺഷ്യസ് ലിവിങ് എന്ന് പറയും. അതായത് ഏത് കാര്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് ഏത് പ്രവൃത്തികൾ വന്നാലും, എന്തൊരു സാഹചര്യം വന്നാലും, ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിന്റെ ഫലമായിട്ട് ഒരു ഒരു തോട്ട് ഉണ്ടാവുമല്ലോ. ആ തോട്ടിൽ നിന്ന് നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും. ഒരാൾ നമ്മളെ വഴക്ക് പറയുന്നു, ആ വഴക്ക് പറയുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു തോട്ട് വരുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യമായിരിക്കും തിരിച്ചു വരുന്നെന്ന് വെച്ചോ.
അവിടെ കോൺഷ്യസ് ചോയ്സ് എടുക്കുക. അവിടെ എങ്ങനെ വേണമെന്നുള്ളത് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നല്ല ചീത്തയും പറയാം, അല്ലെങ്കിൽ അവിടെ എന്താ സൈലന്റ് അവിടെ നമുക്ക് എന്താണോ നമ്മുടെ ബോധത്തിന്റെ അനുസരിച്ചിട്ട് നമുക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റും. അപ്പൊ ഈ ചോയ്സ് ആണ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വീണ്ടും ബാധിക്കുന്നത്. ഇപ്പൊ അവിടെ കിടന്ന് അവരോട് നമ്മൾ തിരിച്ചു വഴക്കിട്ടു, അവരെ തല്ലി, അവരെ എടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് ബോധമില്ലാത്തൊരു വ്യക്തിയോട്, ഇപ്പം കള്ളു കുടിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയോട് അടി കൂടിയിട്ട് കാര്യമില്ല, അല്ലെ? അവിടെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതാണ് നമുക്ക് നല്ലത്. തിരിച്ചങ്ങോട്ട് ചെന്ന് അവന് ബോധമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ആ കോൺഷ്യസ് ചോയ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എടുക്കുന്ന ആക്ഷൻ, ഇത് ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലും ഈ കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പം വളരെ പ്രാധാന്യമുണ്ട്. ഇനി ഒരു ആവശ്യം കൂടിയാണത്. നമ്മുടെ ജീവിതത്തിന് സമാധാനം വേണോ? ടേക്ക് കോൺഷ്യസ് ചോയ്സസ്, അല്ലെ? ബോധപൂർവമായ തിരഞ്ഞെടുപ്പ്. നമ്മുടെ ജീവിതം പോലും അങ്ങനെയാണ്. ഓരോ കാര്യങ്ങളിലും ബോധമുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. അതിനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ബ്രെയിൻ ഇത്ര വർഷമായിട്ടൊരു ഓട്ടോ പൈലറ്റ് മോഡില്ല. എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുക. ഇങ്ങോട്ട് കിട്ടിയ അപ്പൊ തന്നെ കൈ പൊങ്ങി അങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പൊ ഏത് കാര്യവും എന്തെങ്കിലും കേട്ടായിരുന്നു കരയുന്നത്, സ്ട്രെസ് ആവുന്നത്, കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നത്, വരാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ആൻസൈറ്റി ഉണ്ടാകുന്നത്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഈ മൊമെന്റില് നമ്മൾ കോൺഷ്യസ് ആയിട്ടൊന്ന് ജീവിച്ചേ, മൈൻഡ്ഫുൾ ആയിട്ട് എൻ്റെ ലൈഫിന്റെ ഈ ഒരു നിമിഷം എൻ്റെ പവർ എൻ്റെ കയ്യിലാ, അതെന്ത് വേണം. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ബ്രെയിനിന്റെ റീവയറിങ് സാധ്യമാണ്. അതായത് അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗ് സാധ്യമാണ്. പലരും പറയും ഞാനിതാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇങ്ങോട്ട് പറഞ്ഞാൽ നാളെ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് അവന്റെ ജീവിതത്തിലാണ് പ്രശ്നം, അല്ലേ? എന്താ ചിലർ പറഞ്ഞേക്കാം, ഞാൻ വെട്ടി തുറന്നു പറയും, ഞാൻ ആരുടെയും മുഖത്തടിച്ചു പറയും. ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം കൊണ്ട് എന്ത് ഗുണമുള്ളത്? അത് അവർക്ക് എന്ത് നൽകുന്നു, അല്ലെ? അപ്പൊ നമ്മളുടെ ഓരോ നിമിഷവും നമ്മുടെ കൈകളിൽ തന്നെയാ. ആ പവർ നമ്മുടെ കൈകളിൽ തന്നെയാ. അവിടെ ബോധത്തോടെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനും കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മൾ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ആ വ്യക്തിക്ക് ആ അവയർനെസ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ല, ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. ശരിക്കും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആണെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിപ്പിക്കും. ജീവിക്കാനുള്ള ഒരു അറിവും ഒരു പുസ്തകവും തരുന്നില്ല. മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇല്ല. അതായത് മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരാണ്. മനസ്സിന് നമ്മളുടെ ചിന്തകളുടെ ഊർജം, ഒരു ദിവസം നമ്മളിൽ ഉണ്ടാകുന്ന 60,000 to 85,000 തോട്ട്സ് ഉണ്ടാകും. ഈ അത്രയും തോട്ട്സ് ഉണ്ടാകും. അതിനകത്ത് സാധാരണ പലരിലും നെഗറ്റീവായ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആവും. നമ്മൾ എന്ത് ചിന്തകളെ കുറിച്ചാണ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഊർജം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതേ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും കൊണ്ടിരുന്ന ഒരിക്കലും സൊല്യൂഷനിൽ എത്താൻ കഴിയോ? ഇല്ല. അതേസമയം ആ സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജമോ അത് മാനിഫെസ്റ്റ് ചെയ്യും. അതിന് വേറൊരു തലത്തിൽ കാണാം. എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് എനർജി എന്ന് പറഞ്ഞ് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തും സൃഷ്ടിക്കുന്നത് ഊർജ രൂപത്തിൽ നിന്നാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടാണ് അത് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. അപ്പോ അവിടെ എന്താണ് വേണ്ടത് എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാനാണ് സൃഷ്ടിക്കേണ്ടത്. അവിടെ പ്രശ്നങ്ങളെ കുറിച്ച്, എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സംഭവിക്കും? എന്ത് സംഭവിക്കും? അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അറിവ് വേണ്ടേ? അത് സ്കൂൾ തലത്തിൽ തൊട്ട് നമ്മളുടെ സാധാരണ സബ്ജക്ട് പഠിപ്പിക്കുന്നതോടെ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം കൊടുക്കുക. എങ്ങനെയാണ് ഈ ചുറ്റിക്കറങ്ങുന്ന മനസ്സിനെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇതൊക്കെ കുട്ടികളെ തൊട്ടറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ തലം ഇനിയുള്ള ഒരു ജനറേഷനെങ്കിലും ആ ഒരു രീതിയിൽ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികളായിട്ട്, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ലിവിങ്ങിന്റെ പാർട്ടായിട്ട് അവർക്ക് വരാൻ കഴിയും. ഈ അറിവുകളാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവയർനെസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ ബോധത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. നമ്മളെ കുറിച്ച്, നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതമാകുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകണം. ശരിക്കും അറിവില്ലായ്മ തന്നെയാണ് ഈ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം, അല്ലേ? നമ്മളിപ്പോ പറഞ്ഞത് ഒരു മൈൻഡ്ഫുൾ തെറാപ്പി, അതിനോട് എനിക്ക് ഉപമിക്കാൻ പറ്റുന്നു. ഇത്രയും പറഞ്ഞ ഒരു നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിനൊരു തെറാപ്പിയിൽ മൈൻഡ്ഫുൾ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ അത്രയും
കോൺഷ്യസ് ആയിരിക്കുക, അത്രയും പ്രസന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഈ എനർജി നമ്മൾ ചില ആൾക്കാരായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നു. അത് നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം, രണ്ട് എനർജീസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മള് അവിടെ എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നു, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്. എന്താണ് ഈ എനർജി എന്ന് പറയുന്നത്? ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നമ്മൾ എനർജി പഠിച്ചിട്ടുണ്ടല്ലോ. ഊർജം എന്ന് പറയുന്നത് അതൊരു വസ്തുവിനെ ചലിപ്പിക്കാനുള്ള കഴിവും അതൊക്കെയാ. പക്ഷെ നമ്മളല്ലാതെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരു റൂമിലേക്ക് പോവുക, ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഇല്ലേ, ആ എനർജി നമുക്ക് ഫീലിംഗ് ആണത്. ആ ഊർജം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി വളരെ പോസിറ്റീവ് ആണ് എന്ന് പറയാനുള്ള അതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആ വ്യക്തിക്ക് നല്ല പോസിറ്റീവ് എനർജിയാ കേട്ടോ എന്ന് പറയാനുള്ള കാരണം ആ വ്യക്തിയുടെ സംസാരം, അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു പ്രസന്റേഷൻ, അതുപോലെ തന്നെ ആ വ്യക്തിയിൽ നിന്നും വരുന്ന അത് നമുക്ക് ഫീൽ ചെയ്യുക. അതേസമയം അതുപോലെ ആയിരിക്കും അവരുടെ വാക്കുകളും ഒക്കെയും. പക്ഷെ ഇപ്പം വേറൊരാൾ പറയൂ അവരുടെ അടുത്ത് പോവല്ലേ ഭയങ്കര നെഗറ്റീവാണ് എന്ന് പറയാനുള്ള കാരണം എന്താ, ആ വ്യക്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ പറയുന്ന കാര്യങ്ങള്, പിന്നെ അവരിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഫീലിംഗ്. അപ്പൊ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു മനുഷ്യനെ ഇപ്പൊ സൈക്കോളജിയിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ നമ്മൾ എനർജി യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല, അത് ഫീലിംഗ് ആണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാലും നമ്മളിൽ ഉണ്ടാകുന്ന ഇമോഷൻ വളരെ പ്രധാനമാണ്. ഈ ഇമോഷനെ നമുക്ക് പറയാം എനർജി ഇൻ മോഷൻ എന്ന് പറയാം. ഇമോഷൻ നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങള്. അപ്പൊ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വളരെ പോസിറ്റിവിറ്റി ഉള്ള, വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള, വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി സംസാരിക്കുമ്പോഴും നമുക്ക് ആ പ്രതിഫലനം ഉണ്ടാകുന്നത് ആ സെയിം ആ ഒരു ഫീൽ ആയിരിക്കും. അതാണ് ചിലരുടെ അടുത്തിരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം എന്ന് തോന്നും, ലൈഫിൽ മുമ്പോട്ട് പോകണം എന്ന് തോന്നും. പക്ഷെ ചിലരുടെ അടുത്ത് പോകുമ്പോൾ അവരെന്തായിരിക്കും പറഞ്ഞത്, ഓ ഈ ലോകം മൊത്തം ഇങ്ങനെയാ, ഒന്നും നന്നാവില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. അവരുടെ അടുത്ത് പോയിരുന്ന് നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റുമോ? ഇത് ശരിക്കും ആ എനർജി എന്ന് പറയുന്നത് ശരിക്കും നമുക്കുണ്ടാകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്. നമ്മൾ പറയും മനസ്സ് പോലും ഒരു ഊർജമാണ്. മനസ്സിനെ നമുക്ക് കാണാനോ മെഷർ ചെയ്യാനോ ഒന്നും പറ്റില്ല, അതും ഒരു ഊർജമാണ്. ആ മനസ്സിന് ഊർജം കിട്ടുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇമോഷനിലൂടെയാണ്, വികാരങ്ങളിലൂടെയാണ്. അപ്പൊ ഈ ഓരോ വികാരങ്ങൾക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സ്റ്റഡീസ് ഉണ്ട്. ആ സ്റ്റഡീസിൽ അദ്ദേഹത്തിന്റെ റിസർച്ച് പ്രകാരം ഓരോ ഇമോഷൻസിനും ഓരോ ഫ്രീക്വൻസി പറയുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഏറ്റവും ലോവർ ഇമോഷൻസ് ആയിട്ടുള്ള ഗ്രീഫ് ആകട്ടെ, അല്ലെങ്കിൽ ഗിൽറ്റ്, പലരിലും ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാ സഫറിങ്സിലൂടെയാ കടന്നു പോകുന്നത്. അപ്പൊ ഈ ഇമോഷൻസ് എല്ലാവരും വളരെ ലോവർ ആയിട്ടുള്ള 20 ഹെർട്സ് 40 ഹെർട്സ് ഇതൊക്കെയാണ് വളരെ ലോവർ ഫ്രീക്വൻസിയാ. അതുപോലെ ഫിയറിനൊരു ഫ്രീക്വൻസി ഉണ്ട്, കറേജിന് ഫ്രീക്വൻസി ഉണ്ട്, ഈ ഭയമുണ്ടല്ലോ, ഈ ഫിയറിനാണെങ്കിലും ആങ്കർ, ദേഷ്യം, അതിനൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം ഫിയർ എന്ന് പറയുന്നതിനകത്ത് 100 ഹെർട്സ് ആണ്, ആങ്കർ എന്ന് പറയുന്നത് 150 ഹെർട്സ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഡിസയറിലേക്ക് വന്ന്, ഇപ്പൊ ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ആ ദേഷ്യത്തിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റും. പോസിറ്റീവ് ആങ്കർ ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ആങ്കർ എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസ്ട്രോയ് ചെയ്യും. എന്നാൽ പോസിറ്റീവായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ആ ദേഷ്യത്തിൽ നിന്ന് ഇവർക്ക് ഉയരാനും പറ്റും. ഇല്ലേ, പല ദേഷ്യങ്ങളും അത് നമ്മൾ പറയാം സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിട്ടൊരു ഡിസയർ വന്ന് കറേജ് എന്ന് പറയുന്ന ആ ഇമോഷൻ നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ കറേജിന്റെ ആ ഒരു ഫ്രീക്വൻസി 200 ഹെർട്സ് ആണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ പറയുന്നത്. അപ്പൊ ഈ കറേജിൽ വന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ബിക്കോസ് കറേജ് എന്തുകൊണ്ടാ വേണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ധൈര്യം വേണ്ടേ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ധൈര്യം വേണ്ടേ, ഇങ്ങനെ ഏത് കാര്യത്തിനും നമുക്ക് ആ ഉള്ളിൽ ധൈര്യം വേണം. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷന്റെ ബേസ് എന്ന് പറയുന്നത് കറേജ് ആണ്. അപ്പൊ ഇതാണ് ഓരോ ഇമോഷൻസും. പിന്നെ അവിടുന്ന് മുകളിലേക്ക് പോകും. അവിടുന്ന് കറേജ് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ജീവിതത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ അക്സെപ്റ്റൻസ് അടുത്ത ഫ്രീക്വൻസിയാണ്. പിന്നെ റീസൺ, നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാകും, ഇതിനെല്ലാം കാരണങ്ങളുണ്ട്, ഓരോ കാര്യത്തിനും കാരണങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്ട്രഗിൾസ് വരില്ല. അപ്പൊ ആ രീതിയിൽ ഈ ഇമോഷണൽ ഫ്രീക്വൻസി, ഇമോഷൻസ് കൂടി കൂടി വരുന്ന ലവില് വന്ന് പീസിൽ വന്നൊക്കെ ആവുമ്പം ജീവിതം ഭയങ്കര സുഖമായിരിക്കും.
സാധിക്കും. ബ്യൂട്ടിഫുൾ ആവും. ഒരു ഹാർമോണിയസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിനെ തീരുമാനിക്കുന്നത്. അതാണ് കോൺഷ്യസ്നെസ്, ആ ബോധം. അതിലൂടെ നമുക്ക് അതിലൂടെ എനർജീസ് കിട്ടും അതാണ് എന്നുള്ളതാണ്. എനർജി. നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്. ഉം. നമുക്കൊരു എന്നിട്ട് എല്ലാറ്റിനും ഒരു ഊർജ്ജമുണ്ട്. അതെ. എല്ലാറ്റിനും ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം നമ്മുടെ എന്താ പറയുക, നമ്മളുടെ ഊർജ്ജത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് അതിനെ അവയർനെസ്സിലൂടെ, കോൺഷ്യസ് ചോയ്സിലൂടെ നമ്മളുടെ എന്താ പറയാ ജീവിതം നല്ല രീതിയിലാകണമോ ഓക്കെ. അല്ലെങ്കിൽ ക്വാളിറ്റി ഉം. എങ്ങനെയാകണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഇതിനെല്ലാം ഒരു കണക്ഷൻ ഉണ്ട്. ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചപ്പോ പല കാര്യങ്ങളിലൂടെ നമ്മൾ പോയി. എനർജി ആയിക്കോട്ടെ, മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് തന്നെയാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. മെന്റൽ ഹെൽത്ത് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെക്കാൾ കൂടുതൽ പേരൻസിലേക്ക് എത്തണം എന്ന് എന്റെ ഒരു പേഴ്സണൽ തോട്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം മാമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഇനിയും ഒത്തിരി, ശരിക്കും മെന്റൽ ഹെൽത്ത് ഒരു ഡീപ്പ് ടോപ്പിക് ആണ്. പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ. അപ്പോ ഒത്തിരി സന്തോഷം മാം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. എനിക്കും ഇത്രയും നേരം ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ താങ്ക് യു സോ മച്ച്. മച്ച്.